السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. تكفيك علما إن تريد أن تكتفي لأنها بزبدة الفن تفي والله أرجو في قبول العمل والنفع منها ثم غفر الزلل. ലത്തീഫത്തുൻ സഗീറത്തുൻ ഫിൽ ഹജ്മി ലാകിന്നഹാ കബീറത്തുൻ ഫിൽ ഇൽമി എന്ന് പറഞ്ഞു. നമ്മളെ ഈ ഖരീദ ചെറുതാണെങ്കിലും ഇൽമിൽ വലിയതാണ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറയുന്നത്. കാണാൻ ലഫ്സ് കുറച്ചൊക്കെ കുറവാണെങ്കിലും ഇൽമിൽ വലിയ മഹത്താണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം തക്ഫീക ഇൽമൻ, ഈ കിതാബ് നിനക്ക് ഇൽമാൽ മതിയായതാണ്. എപ്പം ഇൻ തുരിത്, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്തക്തഫിയ ബിഹാ എന്നർത്ഥം. ഈ കിതാബ് നല്ല പോലെ ഓതി പഠിച്ച് അഖീദന്റെ വിഷയത്തിൽ ഇതെന്നെ മതി എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ മതിയാവും എന്ന് പറഞ്ഞാൽ അഹമ്മും മുഹിമ്മുമായ അഖീദയുടെ ഒരു ഇൽമും പുറത്തില്ല, എല്ലാം ഇതിലുണ്ട്. അതിന്റെ കുറെ തഫാസീലുകളൊക്കെ ചില ഫുറൂഇയാത്തുകളൊക്കെ കിതാബുകളിലേറെ ഉണ്ടായിന്ന് വരും. ഉസൂലിയായ അഖീദകളും അതിന് അടിസ്ഥാനപരമായി വേണ്ട ദലായിലുകളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ആൾക്ക് പഠിച്ച് മനസ്സിലാക്കി ഈമാൻ കൊള്ളണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ ഉദ്ദേശം മതിയെങ്കിൽ ഈ കിതാബ് നോനെല്ലാം മതിയാവും അഖീദന്റെ വിഷയത്തിൽ. എന്താ കാരണം? അത്ര തഫ്സീലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നഹ, നമ്മുടെ ഈ ഖരീദ എന്ന് പറയുന്ന ഈ കിതാബ് ബിസുബ്ദത്തിൽ ഫന്നി, ഈ അഖീദയാവുന്ന ശാഖയുടെ രത്നച്ചുരുക്കം തഫീ മതിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആകെ വലിയ 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 അഖീദന്റെ കിതാബുകളിൽ വിശദമായി പറഞ്ഞ വിവരങ്ങളുടെ ആകത്തുക രത്ന ചുരുക്കം ഇതിലുണ്ട്. തഫ്സീൽ കുറച്ച് കുറവുണ്ടാവുന്നേ ഉള്ളൂ, അടിസ്ഥാനപരമായതെല്ലാം ഇതിലുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ കിഫായത്തുണ്ട്, വേറൊന്നിന്റെ ആവശ്യം വരുന്നില്ല എന്ന്. അങ്ങനെ മഹത്തായ ഈ കിതാബ് ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഉദ്ദേശം? വല്ലാഹ അർജു, സർവശക്തനായ ഖാലിഖും മാലിക്കുമായ യജമാനനായ അള്ളാഹുവിനോട് മാത്രം ഞാൻ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തിന്? ഫീ ഖബൂലിൽ അമലി, എല്ലാ അമലുകളും ഖബൂലാക്കി തരണമേ എന്ന്. അതിൽപ്പെട്ടതാണ് ഈ കിതാബ് ഉണ്ടാക്കിയതും ഒക്കെ, അതൊക്കെ അമാലുകളിൽ പെട്ടതാണ്. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള എല്ലാ സാലിഹ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നു. മാത്രല്ല അള്ളാഹു ഇതിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടുകൂടി ഈ കിതാബ്, ഈ ഖരീദ എന്ന കിതാബ് കൊണ്ട് അതിൻ്റെ മുസന്നിഫിനും അത് ഓതിക്കൊടുക്കുന്നവർക്കും അത് ഓതുന്നവർക്കും അതിനു വേണ്ടി സഹായം ചെയ്യുന്നവർക്കും അതിനോട് സഹകരിക്കുന്നവർക്കും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്നും ഞാൻ അള്ളാഹുൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയർപ്പിക്കുന്നു. പിന്നെ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ തകരാറുകൾ, വീഴ്ചകൾ, പോരായ്മകൾ അറിയാതെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ല അബദ്ധങ്ങളും വല്ല അപാകതകളും അറിയാതെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഗഫറിന് രണ്ടർത്ഥം ഉണ്ട്, അവിടെ പറയും. ഒന്ന് പറ്റേ മായിച്ച് ഇല്ലായ്മ ചെയ്തു തരിക, അതിനും ഗഫറാന്ന് തന്നെ പറയാം. അതേ സമയത്ത് പരസ്യപ്പെടുത്താതെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറച്ചു വെക്കുക അർത്ഥമുണ്ട്. രണ്ട് തരത്തിലും വരും എന്നാണ്. അതിൽ നമ്മൾ ചോദിക്കുന്നത് പറ്റേ മായിച്ച് തേച്ച് ഇല്ലാതാക്കി തരാനാണ്. അങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാകുക. ചിലവർക്ക് അങ്ങനെയല്ല, പറ്റ മായിച്ച് കളയാതെ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർ അറിയാതെ കേൾക്കാതെ
ഇവനും അള്ളാഹുവും മാത്രമുള്ള ഒരു കണക്ക് പരിശോധന ഉണ്ട്. അതിനും ഓഫർ തന്നെ പറയാം. അപ്പൊ 3 കാര്യത്തിലാണ് ദുആ അർപ്പിച്ചത്. ഒന്ന്, ഈ കിതാബ് രചിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ അമാല് സ്വാലിഹാത്തുകളും അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും, മറ്റൊന്ന്, ഈ കിതാബ് കൊണ്ട് അതിൻ്റെ നാളിമിനും അത് ഓതുന്നവർക്കും ഓതി കൊടുക്കുന്നവർക്കും കിതാബ് ഉണ്ടാക്കുന്നവർക്കും അത് വാങ്ങിക്കൊടുക്കുന്നവർക്കും അതിനെ പ്രചരിപ്പിക്കുന്നവർക്കും. നമ്മളിപ്പം കുറേ ആളുകളെ പരസ്യം ചെയ്തുകൊണ്ട് വിളിച്ചുകൂട്ടി, ആ വന്ന ആളുകൾ കുറേ ആളുകളെ വിളിച്ചുകൂട്ടി. ഇനി ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇതിനെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അത് കേട്ടും പഠിച്ചും ഫലപ്പെട്ട എല്ലാവർക്കും നഫ ചെയ്യട്ടെ, ദുനിയാവിലും ആഖിറത്തിലും നഫ ചെയ്യട്ടെ. മൂന്നാമത്തേത്, മനുഷ്യ സഹജമായി വല്ല വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾക്കുണ്ടെങ്കിൽ അല്ലാഹു തആല അത് മാറ്റി കളഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നതിന്റെ ശറഹ് ഇവിടെ തമ്മീസും മുഹവ്വലുൻ അനിൽ ഫായിലി, ഫായിലിനെ തമ്മീസാക്കി മാറ്റിയതാ. എന്ന് പറഞ്ഞാൽ യക്ഫീക്കൽ ഇൽമുൽ മുസ്തഫാദു മിൻഹാ, ഈ ഖരീദ എന്ന കിതാബിൽ നിന്നും നീ സമ്പാദിച്ചെടുക്കുന്ന ഇൽമ് നിനക്ക് മതിയെന്ന. യക്ഫീക ഇൽമൻ, ഇൽമാൽ മതിയാണ്, ഇൽമ് മതി. എന്തിൽ? ഫീ ദീനിക, ദീനിൽ എന്ന് പറഞ്ഞാൽ ഒരാള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണോ, അതിന് ഇത് മതി. ഫർളായ അഖീദന്റെ ഇൽമ മുഴുവനും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്തുരിദ് അൻ തക്തഫിയ ബിഹ, ഈ മുഖ്തസറായ ഈ ഖരീദ കൊണ്ട് തന്നെ മതിയാക്കാനാണ് നീ ഉദ്ദേശിച്ചത്. അൻ ഗൈരിഹാ മിനൽ മുത്വലാത്തി, ദീർഘമായ ഒരുപാട് അഖീദന്റെ കിതാബുകളുണ്ട്. ആ കിതാബുകളൊന്നും ഓതാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. നല്ല ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കിതാബ് ഉദ്ദേശിക്കുന്ന, അതിന് ഇത് മതി. എന്താ കാരണം? ഇത് തന്നെ മതിന്ന്. ഈ ഖരീദ ബിസുബ്ദത്തിൽ ഫന്നി, സുബ്ദ എന്ന് പറഞ്ഞാൽ ഖുലാസത്തുൽ ഫന്നി അല്ലെങ്കിൽ മുഹസ്സലുൽ ഫന്നി. ഈ അഖീദ എന്ന് പറയുന്ന ഇൽമിന്റെ ശാഖ, ഈ ശാഖയുടെ ആകത്തുക രത്ന ചുരുക്കം ഇതിലുണ്ട്. ഈ ഫന്നാറ ഏത് ഫന്ന? അൽ മുഅല്ലഫത്ത് ഹിയ, ഈ അൽ ഖരീദയെ രചിക്കപ്പെട്ടത് ഫീഹി, ആ ഒരു ഫന്നിലാണ്. ഏതാണത്? വഹുവ ഫന്നു അഖായിദുൽ ഈമാൻ, ഈമാൻ കാര്യത്തിൽ വിശ്വസിച്ചുറക്കേണ്ടതായ അഖീദ പറയുന്ന ഫന്ന്. ഈ ഫന്നിൽ വൽ ഹാസില് ഖുലാസ ഇതിലുണ്ട്. ഈ ഫന്നിന്റെ പേരെന്താ? വയുസമ്മ, ഈ ഫന്നിന് 3 പേരിൽ അറിയപ്പെടും. ഒക്കെ ഒന്ന് തന്നെ. ഒന്ന് ഇൽമു തൗഹീദ് എന്ന പേരിൽ. ആ കാരണം എന്താ? അഖീദയിൽ ഏറ്റവും മുഖ്യമായതും പ്രധാനപ്പെട്ടതും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ ഇൽമിന് മൊത്തം തന്നെ ഇൽമു തൗഹീദ് എന്ന് പേര് പറയും. വേറൊരു പേര് ഇൽമു ഉസൂലുദ്ദീൻ. ദീനിന് 3 ഭാഗമാണല്ലോ. ഒന്ന് അഖീദയാവുന്ന ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, 2 ഫിഖ്ഹാവുന്ന ശാഖാപരമായ ഫുറൂഇയായ കാര്യങ്ങൾ, 3-മത്തത് ഇഹ്സാനുമായി ബന്ധപ്പെട്ട തസവുഫിന്റെ കാര്യങ്ങൾ. അപ്പോ ആ അർത്ഥത്തിൽ ഇൽമു ഉസൂലുദ്ദീൻ എന്ന് പറയും. ഇനി ചിലപ്പം പറയാറുണ്ട് ഇൽമുൽ അഖായിദ്, അങ്ങനെയും പറയും, വിശ്വാസശാസ്ത്രം. അപ്പം വിശ്വാസശാസ്ത്രമെന്നോ ദീനിന്റെ അടിസ്ഥാന ശാസ്ത്രമെന്നോ തൗഹീദിന്റെ ഇൽമു എന്നൊക്കെ പേര് പറയുന്ന ഫന്നാണ് ഈ ഫന്ന്. 3 പറഞ്ഞാലും ഹാസിൽ മാന ഒന്ന് തന്നെയാണ്. എന്താണ് ഇൽമു തൗഹീദ്? അതിന്റെ താരീഫ് ഇൽമു തൗഹീദ്. ഇൽമു തൗഹീദ് എന്നതിന്റെ സാങ്കേതിക അർത്ഥം ഹുവ ഇൽമുൻ, ഒരു ഇൽമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഖായിദ, കുല്ലിയായ ഒരു ഖായിദയാണ്, അല്ലെങ്കിൽ വവാബിത്ത് കുല്ലിയാണ്. എങ്ങനത്തെ ഇൽമ്? യുഖ്തദറു ബിഹി, ഈ ഇൽമ ഒരാൾ കരഗതമാക്കിയാൽ അവൻ അതുകൊണ്ട് സാധ്യമാകും അലാ ഇസ്ബാത്തിൽ അഖായിദി ദീനിയ, ദീനിയായ വിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്താൻ മതിയാവും. എങ്ങനത്തെ ദീനിയായ അഖീദകൾ? അൽ മുക്തസബത്തു, ആ അഖീദകളെ പിടിച്ചെടുക്കപ്പെട്ടതാണ്, അഥവാ ഇജ്തിഹാദിലൂടെ കണ്ടെത്തപ്പെട്ടതാണ്. മിൻ അദില്ലത്തിഹൽ യഖീനിയ, ഫിഖ് പറയുമ്പോൾ മിൻ അദില്ലത്തിഹ തഫ്സീലിയല്ല, മിൻ അദില്ലത്തിഹൽ യഖീനിയ. അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ ദൃഢമായ യഖീനായ ദലീൽ വേണം.
അതൊന്ന് അഖലിയായ ദലീലുകളാണ്, മറ്റൊന്ന് നഖലിയായ മുത്തവാത്തറായ ഖുർആൻ പോലെ മുത്തവാത്തറായ ഹദീസ് പോലെ. അഖീദന്റെ ദലീലായിട്ട് അത് രണ്ടേ വരുള്ളൂ കാര്യമായിട്ട് സാധാരണ. അതായത് ഒന്ന് അഖലിയായ ഖുർആനുകൾ, രണ്ടാമത്തേത് ഖുർആനാവുന്ന മുത്തവാത്തിർ, ഖുർആന്റെ മുഴുവൻ മുത്തവാത്തിറ, ഹദീസുകളിൽപ്പെട്ട മുത്തവാത്തിറും. അതുകൊണ്ട് ഒരു അഖീദ തെളിവുദ്ധരിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുള്ളൂ. ഹദീസ് സഹിയാണെങ്കിൽ പോലും ഫിഖ് സുബൂത്താകാൻ സഹിയായ ഹദീസോ ഹസനായ ഹദീസോ ഉണ്ടായാൽ മതി. പക്ഷേ അഖീദ അത് പോരാ, മുത്തവാത്തിറായ ഹദീസോ ഖുർആനോ അതല്ലെങ്കിൽ അഖലിയായ ഖുർആനോ വേണം. എന്നാൽ ഈ പറയുന്ന ഇൽമു തൗഹീദിന്റെ മൗദൂ, ചർച്ചാ വിഷയം എന്താണ്? മൗദൂഹു, ഈ ഇൽമു തൗഹീദിന്റെ മൗദൂ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ദാത്തുൽ ഇലാഹി തആല, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത്. എങ്ങനെ? മിൻ ഹൈസു മാ യജിബു ലഹു വമാ യസ്തഹീലു ഫീ ഹഖ്ഖിഹി വമാ യജൂസു അലൈഹി. അള്ളാഹുവിന്റെ ദാത്തിന് വാജിബായ സിഫത്ത്, അള്ളാഹുവിന്റെ ദാത്തിന് മുസ്തഹീലായ സിഫത്ത്, അള്ളാഹുവിന്റെ ദാത്തിന് ജായിസായ സിഫത്ത്. അതുപോലെ അമ്പിയാക്കന്മാരുടെ ദാത്തിന് വാജിബായ സിഫത്ത്, അമ്പിയാക്കന്മാരുടെ ദാത്തിന് മുസ്തഹീലായ സിഫത്ത്, അമ്പിയാക്കന്മാരുടെ ദാത്തിന് ജായിസായ സിഫത്ത്. ഈ നിലക്ക് ആണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്ത് വയസ്സല്ല, ദാത്തിന്റെ വാജിബ് മുസ്തഹീല് ജായിസ് ആയ സിഫത്തിന്റെ അടിസ്ഥാനത്തിൽ. അമ്പിയാക്കന്മാരുടെ ദാത്തല്ല, അമ്പിയാക്കന്മാരുടെ ദാത്തിന് വാജിബ് മുസ്തഹീല് ജായിസ് എന്ന നിലക്ക്. അതാണ് ഇതിന്റെ മൗദൂ. വഖീല, മൗദൂ മറ്റൊരു അഭിപ്രായത്തിൽ അൽമുംകിനാത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വാജിബുൽ വുജൂദാണ്, അവനുണ്ട്. ആ അള്ളാഹുവിന് ഈ 20 സിഫത്തുകൾ വുജൂബാണ്, 20 സിഫത്തുകൾ മുസ്തഹീലാണ്, ഒരു സിഫത്ത് ജായിസാണ് എന്നത് സ്ഥിരപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? വുജൂദു ഹാദിൽ മഖ്ലൂഖാത്ത്, ഈ മുംകിനാത്ത് കൊണ്ടാണ് ദലീൽ പിടിക്കുക. അതുകൊണ്ടാണല്ലോ ഈ മുംകിനാത്തിനെ പറ്റി ആലം എന്ന് പറയുന്നത്. ആലം എന്ന് പറഞ്ഞാൽ മാ യുഅലമു ബിഹി സ്വാനിഉ, സൃഷ്ടാവിനെ അറിയാൻ ഉപയോഗിക്കുന്ന ആലത്ത് എന്നുള്ള. ഈ ലോകത്തുള്ള മുംകിനാത്തെല്ലാം അള്ളാഹുവിനെ അറിയാൻ ആവശ്യമായ ആലത്താണ് എന്ന നിലക്ക് അതിനെ പറ്റിയും മനസ്സിലാവും. അങ്ങനെ ഒരു കൗല്. വക്കീല വൈറുദാലിക്ക, മറ്റ് ചിലർ വേറെയും ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. ശരിക്ക് ഈ ഇൽമുൽ തൗഹീദ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അതായത് ഗായത്തുഹു, അതുകൊണ്ടുള്ള ലക്ഷ്യം മാരിഫത്തുല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ അറിയാം. എങ്ങനെ അറിയാം? അവന്റെ സിഫാത്തുകളിലൂടെ അറിയാം. 3 തരം സിഫത്തുകൾ, വാജിബ് മുസ്തഹീൽ ജായിസ് എന്ന സിഫത്തുകളിലൂടെ അള്ളാഹുവിന്റെ മാരിഫത്ത് ഉണ്ടാകുക, ആ ലക്ഷ്യം. ആ മാരിഫത്തിലൂടെ വൽ ഫൗസു ബിസ്സഅദത്തിൽ അബദിയ, പരലോക വിജയവും. ഇനി തക്ഫീക ഇൽമൻ ഇൻ തുരിദ് അൻ തക്തഫിയ ലിഅന്നഹാ ബിസുബ്ദത്തിൽ ഫന്നി തഫി എന്ന് പറഞ്ഞ തഫി എന്നത് തൂഫിയ ബിഹി, ഇതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടും. ഇമാതഖദ്ദം, എന്തുകൊണ്ട്? എല്ലാം പെട്ടല്ലോ. അള്ളാഹുവിന്റെ സിഫത്തുകൾ വലിയ മുത്തവ്വലത്തായ കിതാബിൽ പറയപ്പെട്ടതിൻ്റെയൊക്കെ രത്നചുരുക്കം, ഖുലാസ മുഹസ്സര് ഇതിലുണ്ട് എന്നതുകൊണ്ട്. വല്ലാഹ അർജു, ഇവിടെ അർജുന്റെ മഫ്ഊല് മുഖദ്ദമാണ് അല്ലാഹ എന്നാണ്. ഖദ്ദമൽ ഇസ്മുൽ അഅ്ലം, അല്ലാഹ എന്ന ഇസ്മുൽ അഅ്ലമാവുന്ന മഫ്ഊലിനെ മുന്തിച്ചു പറയാൻ കാരണം ലിഫാദത്തിൽ ഇഖ്തിസാസ്, ഹസറല്ല ഇഖ്തിസാസാണ് എന്നാണല്ലോ നമ്മൾ മുഖ്തസറിലൊക്കെ പറഞ്ഞ ആ അർത്ഥം തന്നെ പറഞ്ഞു. ഇഖ്തിസാസിനെ ഫായിദൊപ്പിക്കുന്ന. എന്താ കാരണം? ഇത് തഖ്ദീമുൽ മഅമൂലി, ആമിലിനേക്കാൾ മഅമൂലിനെ മുന്തിക്കുക എന്നത് യുഫീദു ദാലിക, ഇഖ്തിസാസിന്റെ ഫായിദ കിട്ടും. അപ്പൊ അർത്ഥം എന്തായി? വല്ലാഹ അർജു എന്ന് പറഞ്ഞാൽ ലാ അർജു ഇല്ലല്ലാഹ്, അള്ളാഹുവിൽ മാത്രം ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു, മറ്റാരിൽ നിന്നിട്ടും പ്രതീക്ഷിക്കും. കാരണം എന്തുകൊണ്ട്? എല്ലാ നഫ്ഇന്റെയും എല്ലാ ദർറിന്റെയും മാലിക് അവൻ മാത്രമാണ്. അവന്റെ അടുക്കൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിലുള്ള ലറ് നഫ് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെറും സബബുകൾ, വസീലുകൾ മാത്രമാണ്. സ്വന്തം ലറ് ചെയ്യാനോ സ്വന്തം നഫ് ചെയ്യാനോ അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനും സാധ്യമല്ല. അത് മലായിക്കത്തായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ആർക്കും ഈ ലോകത്ത്
ഒരു ലറ് ചെയ്യാനോ ഒരു നഫ ചെയ്യാനോ സ്വന്തമായി കഴിയില്ല. മറിച്ച് അവർ സബബാവും. ലറും നഫും ഹൽക്ക് ചെയ്യുന്നത് അള്ളാഹു തന്നെ. പക്ഷേ ചില ആളുകൾ വാസിത്ത വസീല എന്ന നിലക്ക് സബബായെന്നിരിക്കും. പക്ഷേ സബബിന്റെ ഒക്കെ മുസബബ് യഥാർത്ഥത്തിൽ അള്ളാഹു തആലയുടെ ഹൽക്കാണ്. അവൻ പടക്കുകയാണ്. റജാവ് അർജു എന്ന് പറഞ്ഞ റജാവ് എന്നത് തഅല്ലുഖുൽ ഖൽബി ബിഹുസൂലി മർഗൂബി ഫീഹി, താൻ കൊതിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഹാസിലാകാൻ വേണ്ടിയിട്ട് മനസ്സ് ബന്ധപ്പെടുക. എപ്പോൾ ഹാസിലാകാൻ വേണ്ടിയിട്ട് ഫിൽ മുസ്തഖ്ബിലി, ഭാവിയിൽ, ഇപ്പൊ കിട്ടിയതല്ല, ഭാവിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യത്തിന്റെ ഹുസൂലിനോട് ഖൽബിനെ താല്ലുഖ് ചെയ്യുക. എങ്ങനെ? വെറുതെ ഇങ്ങനെ കയ്യും കാലും നീട്ടി കിടന്നിട്ടല്ല, മൽ അഖ്ദി ഫിൽ അസ്ബാബ്, അത് ഹാസിലാകാൻ വേണ്ട സബബുകളുമായി താല്ലുഖ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നല്ലോണം വിയർപ്പൊഴുക്കി കൈക്കോട്ടെടുത്ത് കൊത്തി പോളൊത്തി വളമിട്ട് വെള്ളം നനച്ച് അൽഹംദുലില്ലാഹ് ഇക്കൊല്ലം നമുക്ക് കൂട്ടാന് പൂളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. അതിന് റജാ എന്ന് പറയും. ഇവൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് തന്നെ ഇല്ല, കട്ടിൽമേൽ ഇങ്ങനെ കയ്യും കാലും നീട്ടി കടന്നിട്ട് ഇക്കൊല്ലം അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ അവൻ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ തരും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എനിക്ക് കപ്പ ഉണ്ടാക്കി തരുന്ന പണിയാ. അത് റജാ എന്നല്ല എന്ന് പറയാ, അതിന് തമന്നീന, വ്യാമോഹം, സാധ്യതയില്ല, അതിന് റജാ അറിയില്ല. അപ്പോ അസ്ബാബുമായി നമ്മൾ താല്ലുഖ് ചെയ്ത് സബബുകൾ നമ്മൾ നിർവഹിച്ചാൽ അല്ലാഹു തആല അതിൽ നിന്ന് പ്രതീക്ഷിക്കുക. നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല, നമുക്കതിന് വേണ്ട സബബുകളൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ. ഉണ്ടാക്കി തരുന്നവൻ അല്ലാഹു. നിങ്ങൾ കൃഷി ഇറക്കുന്ന വസ്തുക്കളെ പറ്റി ഒന്ന് ചിന്തിച്ചു പറയും. നിങ്ങളാണോ കൃഷി ഉണ്ടാക്കുന്നത്, അത ഞാനാണോ? നമ്മളതിന് വേണ്ട പണിയൊക്കെ എടുക്കും, കന്നോട്ടും കൈക്കോട്ടൊത്തും വളമിടും, വെള്ളം നനക്കും, വിത്തിടും ഒക്കെ ചെയ്യും. അതതിൻ്റെ അസ്ബാബുകളാണ്. പടക്കുന്നവൻ അല്ലാഹുവാണ്. ഇങ്ങനെയാണ് എല്ലാം. റജാ നല്ലതാണ്. റജാ നല്ലതാണ്. കാരണം എന്താ? ഒരർത്ഥത്തിൽ അല്ലാഹു തവക്കുലാക്കണം. അതിനെയാണത്. നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ബാധ്യതകളൊക്കെ നമ്മൾ നിറവേറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ സബബുകളിലൂടെ മുസബ്ബബിനെ സൃഷ്ടിച്ചു തരുമാറാകട്ടെ എന്ന പ്രതീക്ഷ. അത് നല്ലതാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അല്ലാഹു തആല ഏറ്റ കാര്യം അവൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇവനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കയ്യും കാലും ചുരുട്ടി മടങ്ങി കട്ടിലുമേൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അത് കിട്ടും ഇത് കിട്ടും, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനല്ലേ എന്ന് പറഞ്ഞാൽ അതിന് വ്യാമോഹം എന്നാണ് അതിന്റെ പേര്. മദ്മൂമുൻ ശറഅൻ, വ്യാമോഹം ശറയിൽ കുറ്റകരമാണ്, ആക്ഷേപാർഹമാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ട് അല്ലാഹു തആല അവൻ നമുക്ക് പഠിച്ചു തരും എന്ന് പ്രതീക്ഷ അർപ്പിക്കുക. അല്ലാതെ നമ്മളോട് പറയാൻ എന്നതൊന്നും നമ്മൾ ചെയ്യൂല, അസ്ബാബുകളുമായിട്ടൊന്നും താല്ലുഖ് ചെയ്യൂല, എന്നിട്ട് അല്ലാഹു തആല തരണം വെച്ചാലോ അത് തെറ്റാണ്, വ്യാമോഹമാണ്. വ്യാമോഹത്തിന് വില കൊടുക്കേണ്ട പണി ദീനിനില്ല. ആട്ടെ. വല്ലാഹു അർജു ഫീ ഖബൂലിൽ അമലി, അൽ അമലി സ്വാലിഹായ അമലുകളൊക്കെ എങ്ങനത്തെ അൽ അമലി അല്ലദീ മിൻഹു, ഈ അൽ അമലിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്രയും നല്ല ഭംഗിയായ വളരെ ചുരുങ്ങിയ ലഫ്ളുകളിലൂടെ വിശാലമായ അർത്ഥത്തിൽ അഖീദ പഠിപ്പിച്ചു തരുന്ന ഈ കിതാബ് ഉണ്ടാക്കുക എന്നത് അതൊരു അമലാണ്, സ്വാലിഹ് അമലാണ്. ആ അമല് ഇത് ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ കൂട്ടത്തിൽ ഇതും പെട്ടുക മാത്രം. ലോകത്തിൽ ഒരു വസ്തുവിനെ കബൂലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലോകത്തില് ഒരു കാര്യം കബൂലാക്കാൻ, തൃപ്തിപ്പെടുക, തള്ളാതിരിക്കുക. അത് നമ്മളെ സംബന്ധിച്ച്. അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ഏത്? അമ്മാ ബിൻ നിസ്ബത്തിൽ ഇല്ലാഹി ഫഹുവ റിളാ ബിശ്ശൈഇ വൽ ഇസാബത്തു അലൈഹി, കൂലി തരിക എന്ന് പറഞ്ഞാൽ ഹുവ ഇന്നാമുല്ലാഹി അലാ അബ്ദിഹി, അല്ലാഹു തആലക്ക് തീർപ്പ് നീ എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് തെറ്റാണ്. നേരെ മറിച്ച് അതിന്റെ ശരിക്കുള്ള അർത്ഥം അള്ളാഹു തന്റെ അടിയാറുകൾക്ക് നിഅമത്ത് ചെയ്യുന്നു. അപ്പൊ നിഅമത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആലാന്റെ ഫീലിന്റെ സിഫത്താണ്. നിഅമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഫ്ആലിൽപ്പെട്ട ഒരു ഫീലാണ്. അതിന്റെ സിഫത്താണ് ഏത്? ഖബൂൽ എന്ന് പറയുന്നത്.
ഇനിയല്ല ഇറാദത്തു നാമിഹി, അടിയാറുകൾക്ക് ഞാമത്ത് ചെയ്തു തരാൻ വേണ്ടെക്കുക എന്നുള്ള അർത്ഥമാണോ? വേണ്ടെക്കുക എന്ന് പറയുന്നത് ദാത്തിന്റെ സൃത്ത. അപ്പൊ ദാത്തിന്റെ സൃത്തായിട്ടും അതിനർത്ഥം വെക്കാൻ കഴിയും, അല്ലാതെ അഫ്ആലിന്റെ സൃത്തായിട്ടും അർത്ഥം വെക്കാൻ കഴിയും. ഈ രണ്ടും വെക്കാം, രണ്ട് വെച്ചാലും കുഴപ്പമില്ല, ലാസിമമാനാണ്. അള്ളാഹു തആലാന്റെ റിള എന്ന് പറഞ്ഞാൽ അവൻ നിഅമത്ത് ചെയ്തു തരിക, അവൻ സവാബിനെ തരിക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വ അർജൂഹു, രണ്ടാമത് വല്ലാഹ അർജു ഫീ ഖബൂലിൽ അമലി വന്നഫഅ എന്ന് പറഞ്ഞ അത്ഫ് അർജുമക്ക്. അപ്പൊ അങ്ങനെ എന്ത് വരും? വ അർജൂഹു തആല, വീണ്ടും അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അന്നഫഅ, നഫ്അ കിട്ടണോന്ന്. എന്താ നഫ്അ എന്ന് പറഞ്ഞാൽ ന്റെ നേരെ ലിദ്. അപ്പോ നഫ്അ ചെയ്യലിനെ, നഫ്അ ചെയ്യാൻ ഉദ്ദേശിക്കുക, നഫ്അ ചെയ്യൽ എന്ന് അർത്ഥം വെക്കുമ്പോൾ അല്ലാഹു തആല ഫീലിന്റെ സിഫത്തായി മാറി. അല്ല നഫ്അനെ വേണ്ടെക്കാനാണെങ്കിലോ അള്ളാഹുവിന്റെ ദാത്തിന്റെ സിഫത്തുമായി, രണ്ടും പറ്റും. മിൻഹ വന്നഫ മിൻഹ, ഈ അഖീദയാവുന്ന ഈ കിതാബിൽ കാരണം അവൻ നഫ്അ ചെയ്യുമാറാകട്ടെ. മിൻഹാദിൽ അഖീദത്തി മിൻഹ എന്നാണ്. മിന്ന് പറഞ്ഞിട്ട് ബാവിന്റെ അർത്ഥം മിൻഹ എന്ന് പറഞ്ഞാൽ ബിഹാദ്, ഈ അഖീദ കൊണ്ട് അല്ലാഹു തആല നഫ്അ ചെയ്യുമാറാകട്ടെ. ആർക്ക്? അതിന് പറയും ഐ അർജൂഹു തആല, അള്ളാഹുവിൽ നിന്നിട്ട് ഞാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു. അൻ യൻഫഅ ബിഹാ, ഈ അഖീദ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഹരീദ കൊണ്ടിട്ട് നഫ്അ ചെയ്യണം. ആർക്ക്? കുല്ലമൻ ഖറഅഹാ ഔ ത്വാലഅഹാ വഹസ്സലഹാ ഔ കതബഹാ, എല്ലാവർക്കും. ഇത് ഉണ്ടാക്കിയ മുസന്നിഫിനും അത് ഓതുന്നവർക്കും ഓതിക്കൊടുക്കുന്നവർക്കും മുത്താല ചെയ്യുന്നവർക്കും എഴുതിയവർക്കും വാങ്ങിക്കൊടുക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല നഫ്അ ചെയ്യുമാറാകട്ടെ. അതിന്റെ പുറമെ പിന്നെയുണ്ട്. ഇനി മിന്ന്, മിൻഹ എന്ന് പറഞ്ഞ മിന്നിന്റെ അന്തക്കൂന മിൻ ഇബ്തിദാഇയ വന്നഫഅ മിൻഹ, അതിൽ നിന്നും ഉപകാരം കിട്ടുക എന്നുള്ള അർത്ഥം വെക്കുക. മിൻ ഇബ്തിദാഹിയ വ മജ്റൂറ, മിന്നും ഹാ എന്ന് പറഞ്ഞ ലമീറാവുന്ന മജ്റൂറും ഹാലും മിൻ നഫ്ഇ ഐ ഹാല കൗനി നഫ്ഇ ഹാസിലം വനാശിയം മിൻഹ, ഈ ഉപകാരം ഈ കിതാബിൽ നിന്നിട്ടുണ്ടാവുന്നത്, ഈ കിതാബിൽ നിന്നെടുക്കുന്നതായ നിലക്ക് എന്നർത്ഥം. സുമാർജൂഹു, വീണ്ടും മൂന്നാമത്തെ റജ, എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും മായ്ച്ചു കളയണം അല്ലെങ്കിൽ മറച്ചു വെക്കണം. ഓഫറിന് സത്ർ എന്നൊരു അർത്ഥമുണ്ട്, അതിന് രണ്ട് അർത്ഥത്തിൽ ഞാൻ വരും. സലല് എന്ന സല്ലത്ത് ബിമാന ബിൽ ഫത്ഹി സല്ലത്ത്, മസ്തർ സല്ല യസില്ലു എന്നതിന്റെ മസ്തറാണ് സല്ലത്ത്. യസല്ലു എന്ന് അങ്ങനെയുണ്ട്, യസില്ലു എന്നുണ്ട്. യാനി അൽ മാസി, അബദ്ധങ്ങള് വീഴ്ചകൾ എന്നർത്ഥം. അഥവാ വന്നുപോയ തെറ്റുകുറ്റങ്ങളെയെല്ലാം സത്ർ ചെയ്തു തരണേ. സത്ർ എന്ന് പറയുന്ന ലഫ്ള് സ്വാദിഖും ബിമാ സഫി, ഏടുകളിൽ നിന്നിട്ട് പറ്റേ മായിച്ചു കളയാ, ഡിലീറ്റ് ആക്കുക ഭാഗം, അതിനും സത്ർ ഗഫർ എന്ന് പറയും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അതിന്റെ പുറമെ വബി അദ്മിൽ മുആഖദത്തി ബിഹാ, ഏടിലൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ മേൽ ശിക്ഷിക്കപ്പെടാതിരിക്കുക, അതിനും ഓഫർ എന്ന് പറയും. രണ്ട് ആദ്യം ഉണ്ട്. അതാ വാദത്തിലാതിരിക്കാരന വൈകാനത്ത് മൗജൂദത്ത ഫിഹ, കിതാബിലുണ്ട് പക്ഷെ അതിന്റെ മേൽ ശിക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ ഹദീസ് ശേഷം പറയുന്നു വറദ ഫി സുന്നത്തി മാ യദുല്ലു കുല്ലിൻ, രണ്ടർത്ഥത്തിലും എന്തുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹദീസ്, ഒരു ഹദീസ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബ്നു അബ്ബാസിൽ നിന്നിട്ട് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയിടും മഅ്ശറയിൽ. അത് പടപ്പുകൾ ആരും അറിയില്ല, എത്രത്തോളം മലക്ക് മുഖറബ് പോലും അറിയാതെ ഈ മുഅ്മിനായ മനുഷ്യനും അള്ളാഹു മാത്രം. എന്നിട്ട് ഇവന്റെ ജീവിതത്തിൽ വന്നുപോയ സലലുകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഇത് ചെയ്തില്ലേ, എന്ത് ചെയ്തില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ കാട്ടിയില്ലേ എന്നൊക്കെ പറയും. അപ്പൊ എല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഓനെ ബോധ്യപ്പെടും ഞാൻ രക്ഷപ്പെടൂല, അതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു തആല പ്രഖ്യാപനമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ദുനിയാവിൽ നിന്ന് ഞാൻ വഷളാക്കാതെ മറച്ചു എന്നതുപോലെ ഇവിടെ ഞാനത് മറ്റുള്ളവരെ കാണിക്കാതെ നിനക്ക് മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹസനാത്ത് മാത്രം എഴുതിയ കിതാബ് കൊടുക്കുകയും പരസ്യമായി അത് മാത്രം വായിക്കുകയും ചെയ്യും. അപ്പോൾ ഓനെ കാണിച്ചു കൊടുത്ത് കിതാബിലുണ്ട്, പരസ്യപ്പെടുത്തുന്നില്ല. മറ്റേ അങ്ങനെയല്ല, ആ ഭാഗം തന്നെ ഡിലീറ്റ് ആക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്,
ഊലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഡിലിറ്റാക്കി പറ്റ കളയലുമല്ല, സംഗതി മറച്ചു വെച്ചിട്ട് ആ ഭാഗം വിട്ട് മറ്റേ വായിപ്പിക്കലുമല്ല. ആ സ്ഥാനത്ത് അതൊക്കെ ഹസനത്തായി മാറ്റിയിട്ട് അതും കൂടി ഹസനത്തിന്റെ പട്ടികയിൽ വരുന്നവരുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതില്ലെങ്കിൽ പിന്നത്തെ ഭാഗ്യം പറ്റേ മാച്ച് കളയലാണ്. ആ രണ്ടാലൊരു ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഏതായാലും മുആഖദത്ത് ചെയ്യുന്ന ഭാഗ്യദോഷികളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.